Hi dear friends, Assalamu alaikum. It's me Raihans. Welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഗോതമ്പപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗോതമ്പപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജാറിലേക്ക് ഞാനൊരു അര കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ള അവിലാണെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ എടുക്കുക, ബ്രൗൺ അവിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവിലിട്ട് കൊടുത്തു. ഇനി ഒരു അര കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചെറിയൊരു മധുരം കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നമുക്കിത് കറങ്ങി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ സമയമില്ലാത്ത നേരം വൈകിയ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്ത ആളുകൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടത്. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്തൊന്ന് ചേർത്തിട്ട് ചുട്ടെടുത്താൽ നമ്മുടെ ഈ ഒരു അപ്പം നല്ലപോലെ അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഹോൾസ് ഇങ്ങനെ വരുന്നു, ഫുള്ളായിട്ട് ഹോൾസ് വന്നതിന് ശേഷം നമ്മളിത് മൂടി വെക്കണം. അതിന് മുമ്പ് മൂടി വെക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മുഴുവനായിട്ട് ഹോൾസ് വരാൻ വെയിറ്റ് ചെയ്യാം. മുഴുവനായിട്ട് ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കൂടുതൽ സമയം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഹോൾസ് വരുമ്പോഴേ മുഴുവനായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ടും ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഗോതമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗോതമ്പപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്ത ആളുകൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ചൂടോട് കൂടി വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായിട്ട് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല നോൺ വെജ് കറി, മീൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ഏകദേശം 7 അപ്പമാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി വെക്കുക. നല്ല കട്ടിയായി പോകാനും പാടില്ല, എന്നാലോ നല്ല ലൂസായി പോകാനും പാടില്ല കേട്ടോ. ആ ഒരു കണക്കിന് നമ്മൾ മാവ് കലക്കിയെടുക്കുക. അപ്പോഴാണ് നല്ല ഹോൾസൊക്കെ വന്ന് അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗോതമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ല പോലെ ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നമ്മളിതുപോലത്തെ നല്ല നല്ല റെസിപ്പീസൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അപ്പമൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കപ്പ് കൊണ്ട് നമുക്ക് 7 അപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ അപ്പമൊക്കെ ഇവിടെ നല്ലപോലെ ഹോൾസൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇനി ഇതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ലപോലെ വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.